കീരിയും പാമ്പും. കാട്ടിലും നാട്ടിലും കാണുന്ന ഒരു ജീവിയാണ് കീരി. പാമ്പ്, എലി, അരണ, ഓന്ത്, പക്ഷികൾ ഇവയൊക്കെയാണ് പ്രധാന ആഹാരം. നാടൻ കീരി, തവിടൻ കീരി, ചുണയൻ കീരി, ചെങ്കീരി എന്നീ ഇനങ്ങളാണ് കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നത്. കീരിയും പാമ്പും തമ്മിലുള്ള ശത്രുത ലോകപ്രശസ്തമാണ്. തമ്മിൽ കണ്ടാൽ ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യും. അത്യധികം ചലനശേഷിയുള്ളതുകൊണ്ട് കീരിക്ക് പാമ്പിനെ നേരിടാൻ എളുപ്പമാണ്. പാമ്പിനെ നേരിടുന്ന സമയം അതിന്റെ രോമങ്ങൾ എഴുന്നു നിൽക്കാറുണ്ട്. ഇക്കാരണങ്ങളാൽ പാമ്പ് കൊത്തിയാലും ശരീരത്തിൽ ഏൽക്കുക അപൂർവമാണ്. അഥവാ കടി ഏറ്റാലും പാമ്പുവിഷത്തിനുള്ള അസറ്റൈൽകൊളീൻ എന്ന റിസപ്റ്റർ ഉള്ളതുകൊണ്ട് കീരി ചാകാറില്ല. തുല്യ ശത്രുക്കൾ തമ്മിലുള്ള പോരായാണ് പലപ്പോഴും പാമ്പും കീരിയും തമ്മിലുള്ള പോരിനെ കണക്കാക്കാർ. സത്യത്തിൽ പാമ്പ് ജയിക്കുന്ന അവസരങ്ങൾ അപൂർവമാണ്. തന്ത്രപരമായി മിന്നൽ വേഗതയിൽ ഒഴിഞ്ഞുമാറി ചുറുചുറുക്കോടെ ഉയർന്നു ചാടി പാമ്പിന്റെ വാലിൽ കടിക്കും. കീരിയെപ്പോലെ പെട്ടെന്ന് ദിശമാറ്റാനും മറ്റും കഴിയുന്ന മേയ് വഴക്ക അഭ്യാസങ്ങൾ പാമ്പിന് അറിയാത്തതിനാൽ പാമ്പുകളെ ഇവർക്ക് വേഗം കീഴ്പ്പെടുത്താൻ കഴിയും. നീണ്ടു കിടക്കുന്ന ശരീരപ്രകൃതിയാണ് പാമ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ എവിടെയും കടിക്കിട്ടാം. കീരിക്കാണെങ്കിൽ എഴുന്നു നിൽക്കുന്ന കട്ടി രോമപുതപ്പും അയഞ്ഞ തൊലിയും പാമ്പിന് കുത്തേൽക്കാതെ സഹായിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമേ ഓരോരോ സാഹചര്യങ്ങളിൽ പരിണമിച്ച് ഉണ്ടായ കീരികളിൽ പല ഇനവും അതാതിടങ്ങളിലെ വിഷപ്പാമ്പുകളുടെ വിഷത്തോട് ചെറിയ പ്രതിരോധശക്തി കൂടി ആർജിച്ചവയാണ്. സത്യത്തിൽ മൂർഖന് പാമ്പിനോട് കീരികൾക്ക് പ്രത്യേക വൈരാഗ്യം ഒന്നും ഇല്ല. കീരികൾക്ക് പാമ്പിറച്ചിയോട് പ്രത്യേക ഇഷ്ടമുള്ളതായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും എല്ലാതരം ഇറച്ചിയും കീരികൾക്ക് ഒരു വീക്ക്നെസ് തന്നെയാണ്. പാമ്പും കീരിയും തമ്മിൽ മുജ്ജന്മ ശത്രുത ഒന്നും തന്നെയില്ല. സ്ഥിരം ശത്രുത എന്നതൊക്കെ നമ്മൾ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ചിന്ത ആണ്. കീരികളുടെ ഇഷ്ടഭക്ഷണമാണ് പാമ്പ് എന്നതുമാത്രമാണ് പാമ്പിനെ കീരി ആക്രമിക്കാനുള്ള പ്രധാന കാരണം. വലിയ പരിക്കേൽക്കാതെ തനിക്ക് ഭക്ഷണം ആക്കാൻ പറ്റുന്നതും കീഴ്പ്പെടുത്താൻ കഴിയുന്നതുമായ കുഞ്ഞന് കീരികളെ കണ്ടാലേ പാമ്പ് മുൻകൈയെടുത്ത് ആക്രമിക്കാറുള്ളൂ. അല്ലെങ്കിൽ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി വേഗം സ്ഥലം കാലിയാക്കുകയാണ് ചെയ്യുക. ഏതാണ്ട് തുല്യശേഷികളുള്ള രണ്ടു ജീവികളിൽ ഒന്ന് മറ്റൊന്നിനെ ഭക്ഷണമായി പരിഗണിച്ചാൽ അവിടെ അതിജീവന പോരാട്ടം ഉറപ്പാണല്ലോ. ഭക്ഷണം നഷ്ടപ്പെടാതെ നോക്കുന്ന കീരിയോട് തനിക്ക് പറ്റും വിധം പാമ്പുകൾ ആത്മരക്ഷാർത്ഥം ഫണം വിടർത്തി പേടിപ്പിച്ചും വിഷം കുത്തിവെച്ച് തളർത്തിയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതാണ് യുദ്ധമായി പലപ്പോഴും കാണുന്നത്. വിഷപ്പാമ്പിന്റെ കൊത്ത് ആഴത്തിൽ കൊണ്ടാൽ കീരി ചാവുകയും ചെയ്യും. കടിച്ചു കൊന്ന വിഷപ്പാമ്പിനെ തിന്നാലും കീരിക്ക് കുഴപ്പം പറ്റാത്തത് പാമ്പിനു വിഷം രക്തചംക്രമണ വ്യവസ്ഥയിലും ശ്വാസകോശത്തിലും എത്തിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നതിനാലാണ്. അന്നപഥത്തിലൂടെ കടന്നുപോയാൽ ദഹിക്കുന്ന പ്രോട്ടീനുകളാണ് വിഷത്തിലെ ഭൂരിഭാഗവും. ഉഗ്രവിഷവുമുള്ള ആഫ്രിക്കന് മാമ്പകളെയും നമ്മുടെ രാജവെമ്പാലകളെയും വരെ കീരി വെറുതെ വിടാത്തത് ഈ ധൈര്യത്തിൽ തന്നെയാണ്. നാട്ടുകീരിക്ക് തങ്ങാന് വലിയ കാടൊന്നും വേണ്ട. ധൈര്യശാലികളായ ഇവർ തുറന്ന കാട്പ്രദേശത്തും പൊന്തകളിലും കൂടാതെ മനുഷ്യർ തിങ്ങി ജീവിക്കുന്ന കുഞ്ഞു നഗരങ്ങളിലും കീരികളെ ധാരാളം കാണാം. ആണ് കീരിക്കാണ് വലിപ്പം കൂടുതൽ. നാടന് കീരിയുടെ കാൽ കുറിയതും ഇരുണ്ട നിറത്തിലുള്ളതുമാണ്. ഒറ്റയ്ക്ക് കഴിയാന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇണചേരൽ കാലത്ത് ജോഡിയായി നടക്കുന്നത് കാണാം. മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ് ഇണചേരൽ കാലം. ഓരോ പ്രസവത്തിലും 2 മുതൽ 4 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. കണ്ണ് കീറാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വേഗം തന്നെ വളരും. 6 മാസത്തോളം അമ്മയുടെ കൂടെ ചിലവഴിക്കുന്ന കുഞ്ഞ് 9 മാസം ആകുമ്പോഴേക്കും നല്ല വളർച്ച നേടി ഇണയെ തേടിത്തുടങ്ങും. നാട്ടുകീരികളുടെ ആയുസ് 7 വയസ്സാണെങ്കിലും വളർത്തു കീരികൾ 12 വർഷം വരെ ജീവിച്ചു കണ്ടിട്ടുണ്ട്. കീരികളുടെ കൂട്ടത്തിലെ കിടിലന്മാരാണ് ചെങ്കീരികൾ. തെക്കേ ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള കാടുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഇവരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ കീരികൾ. ചുവപ്പ് കലർന്ന ശരീരമാണ് ചെങ്കീരിയുടേത്. വാലിന്റെ അറ്റം കറുപ്പ് നിറമായിരിക്കും. ഞണ്ട് തൊട്ട് കൂരമ്പന്നിയ വരെ തിന്നുന്ന ഇവർക്ക് 3.5 കിലോ വരെ ഭാരമുണ്ടാകും. മനുഷ്യർ പലപ്പോഴും കീരിയെ വേട്ടയാടാറുണ്ട്. ഇറച്ചിക്കും രോമത്തിനും വേണ്ടിയാണ് കീരി വേട്ട പ്രധാനമായും നടക്കുന്നത്. പെയിന്റ് ബ്രഷ് ഉണ്ടാക്കാനായി ഇന്ത്യയിൽ മാത്രം ഓരോ വർഷവും 1 ലക്ഷത്തോളം കീരികൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. 1 കിലോഗ്രാം രോമം ലഭിക്കാന് 50ഓളം കീരികളെ കൊല്ലേണ്ടതുണ്ട്. ചിത്രകാരന്മാർ സൂക്ഷ്മമായി വരിക്കുവാനായി വാങ്ങുന്ന കീരിരോമം കൊണ്ടുള്ള ബ്രഷിന്റെ കച്ചവടം കോടികളുടേതാണ്. മറ്റു ബ്രഷുകളെക്കാൾ കീരിരോമം കൊണ്ടുണ്ടാക്കിയ ബ്രഷുകൾക്ക് 5 ഇരട്ടിയോളം വിലയുണ്ട്. പല സംസ്ഥാനങ്ങളിലും വനവാസികളാണ് കീരിരോമം വിപണിയിലേക്കെത്തിക്കുന്നത്. ജലച്ചായങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കൃത്യത കിട്ടാനു വേണ്ടി പല ചിത്രകാരരും കീരിരോമ ബ്രഷ് ഉപയോഗിക്കാന് ഇഷ്ടപ്പെടുന്നവരാണ്. ഈടുനിൽക്കുമെന്നതും ഇതിന്റെ ഒരു ആകർഷണമാണ്.